നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ RSS പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചതിൽ പ്രതിഷേധിച്ച് BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ കിഴക്കൻ മേഖലയിൽ പൂർണ്ണം. പുനലൂരിലും കടക്കലിലും പ്രവർത്തകർ ആക്രമം നടത്തി. ഹർത്താൽ ദിനത്തിൽ പുനലൂരിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ യുവമോർച്ച പ്രവർത്തകർ അടിച്ചു തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. ഓണം ഫെസ്റ്റ് 2014 പുനലൂർ ചെമ്മന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ ബുധനാഴ്ച തുടങ്ങുന്നു. ഔപചാരിക ഉദ്ഘാടനം 4-ന്. കണ്ണൂരിൽ RSS പ്രവർത്തകൻ വെട്ടേറ്റു മരിച്ചതിൽ പ്രതിഷേധിച്ച് BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ കിഴക്കൻ മേഖലയിൽ പൂർണ്ണമായിരുന്നു. പുനലൂരിലും കടക്കലിലും അക്രമമുണ്ടായി. പുനലൂരിൽ വ്യാപാരികൾ കടകൾ അടച്ചിട്ടെങ്കിലും നിരത്തുകളിൽ സ്വകാര്യ വാഹനങ്ങൾ ഓടി. ഇതോടെ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. പല വാഹനങ്ങളും ഹർത്താൽ അനുകൂലികൾ തടഞ്ഞ് തിരിച്ചയച്ചു. ഇരുചക്ര വാഹനങ്ങൾ കടന്നുപോയി. KSRTC ജംഗ്ഷനിൽ BJP യുവമോർച്ച പ്രവർത്തകർ നിലയുറപ്പിച്ച വാഹന നിയന്ത്രണം ഏറ്റെടുത്തതോടെ ഹർത്താൽ ബന്ദിന് സമമായി. കുടുംബമായി എത്തിയ സ്വകാര്യ വാഹനങ്ങൾ നന്നെ ബുദ്ധിമുട്ടി. പലർക്കും വാഹനമൊതുക്കിയിട്ട് ഏറെ നേരം ഹർത്താൽ അനുകൂലികളുടെ അനുവാദത്തിന് കാത്തുനിൽക്കേണ്ടി വന്നു. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഓടിയില്ല. കടക്കലിൽ ഹർത്താലിനോടനുബന്ധിച്ച് അങ്ങിങ്ങ് അക്രമം ഉണ്ടായി. കാഞ്ഞിരത്തുമൂട്ടിൽ ഹർത്താൽ അനുകൂലികൾ ഹോട്ടൽ അടിച്ചു തകർത്തു. ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തു. ഭൂരിഭാഗം വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. തുറന്നു പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ ഹർത്താൽ അനുകൂലികൾ ബലമായി അടപ്പിച്ചു. കടക്കൽ, ചിതറ, മടത്തറ മേഖലകളിൽ ചെറിയ തോതിൽ സംഘർഷാവസ്ഥയുണ്ടായി. ഇരുചക്ര വാഹനങ്ങളിൽ എത്തിയ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സൂചനയുണ്ട്. 3 പേർ പിടിയിലായതായും ഒരു ബൈക്ക് പോലീസ് പിടിച്ചെടുത്തതായും അറിയുന്നു. കടക്കൽ CI V ഹരികുമാർ, SI MA കബീർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ, കടക്കൽ. ഹർത്താൽ ദിനത്തിൽ പുനലൂരിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ യുവമോർച്ച പ്രവർത്തകർ അടിച്ചു തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഷാജി ഹോട്ടൽ ആണ് യുവമോർച്ച പ്രവർത്തകർ അടിച്ചു തകർത്തത്. ഹോട്ടലിന്റെ കൌണ്ടറിൽ നിന്നിരുന്ന ജീവനക്കാരനെ സംഘം മർദ്ദിക്കുകയും ചെയ്തു. പോലീസ് ഇടപെട്ടാണ് ആക്രമികളെ പിന്തിരിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് ആരപുന്ന, ദിനേശ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. നഗരത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോട്ടലാണ് ആക്രമികൾ അടിച്ചു തകർത്തത്. ഏതു രാഷ്ട്രീയ പാർട്ടി ഹർത്താൽ നടത്തിയാലും ഈ ഹോട്ടൽ അടയ്ക്കാറില്ല. ഹർത്താൽ ദിനങ്ങളിൽ പ്രവർത്തകരും പോലീസും ഭക്ഷണത്തിന് ആശ്രയിക്കുന്നത് ഈ ഹോട്ടലിനെയാണ്. അതുകൊണ്ട് ഹർത്താൽ അനുകൂലികളും ഈ ഹോട്ടൽ അടപ്പിക്കാൻ ശ്രമിക്കാറില്ല. മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഹോട്ടൽ. ഇതാദ്യമായാണ് ഹർത്താൽ അനുകൂലികൾ ഇവിടെ ആക്രമണം നടത്തുന്നത്. ഇവരുടെ ഒരു 4 പേര് നമ്മൾ 4 പേര് വന്നിട്ട് പെട്ടെന്ന് 2 പേര് തള്ളി നിൽക്കുന്നു. ചെറിയ പിടിച്ചുകൊണ്ട് സാധനം കൗണ്ടറിൽ എന്ന ആളെ എന്നെ അടിക്കുക. പ്രായമുള്ള 7 ദിവസം അസുഖക്കാരുണ്ട്. അടിയെന്ന് പറഞ്ഞാൽ അടിക്കും. അവിടെ ഇവിടെയൊക്കെ ചെറിയ പിടിച്ചോളം അടിച്ച് ആ ഗ്ലാസ് 2 പേര് പുറത്തു വന്നല്ലോ. അത് ആ ഗ്ലാസ് അടിച്ചുകൊണ്ട് ഫ്രണ്ട് വന്ന് അടിച്ചു. ഇത്രയും ചെയ്തിട്ട് ഇപ്പോഴത്തേക്ക് പോലീസ് പെട്ടെന്ന് അടുത്ത് അപ്പോഴത്തേക്ക് വരും. ഭയങ്കര അക്രമാസക്തമായിട്ടാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഹർത്താൽ ദിനത്തിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ കുടിയന്മാർ വൈകിട്ട് 6-ന് പുനലൂരിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് തുറന്നതോടെ നീണ്ട ക്യൂ ഒരുക്കി. തിരക്കേറിയതോടെ നിയന്ത്രിക്കാൻ പോലീസ് എത്തേണ്ടി വന്നു. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സർക്കാർ ഈ ക്യൂ കണ്ടെങ്കിലും മദ്യപാനികളുടെ വികാരം മനസ്സിലാക്കണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. ഹർത്താൽ ദിനത്തിൽ വൈകിട്ട് 6 മണിവരെ ഒരുവിധം പിടിച്ചിരുന്ന ഇവർ 6-ന് മുമ്പേ ക്യൂവിൽ സ്ഥാനം പിടിക്കുകയായിരുന്നു. മീറ്ററുകളോളം ക്യൂ നീണ്ടു. തിരക്കു നിയന്ത്രിക്കാനാകാത്ത സ്ഥിതി വന്നതോടെ പുനലൂർ CI അരുണിന്റെ നേതൃത്വത്തിൽ പോലീസും എത്തി. ഇത് കേരളത്തിലെ മദ്യപാനികളുടെ മനസ്സാണ്. ഒരു ദിവസം പൂർണ്ണമായും മദ്യമില്ലാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഇതുപോലെയുള്ള സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് സമ്പൂർണ്ണ മദ്യനിരോധനത്തിലൂടെ കേരള സർക്കാർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. ഓണം ഫെസ്റ്റ് 2014 പുനലൂർ ചെമ്മന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ ബുധനാഴ്ച തുടങ്ങുന്നു. കഴിഞ്ഞ 2 ഓണങ്ങൾക്ക് പുനലൂരിൽ ഉത്സവമൊരുക്കിയ പുനലൂർ നഗരസഭ ഇക്കുറി ഏറെ വ്യത്യസ്തതകളുമായാണ് ഫെസ്റ്റ് അണിയിച്ചൊരുക്കുന്നത്.
കഴിഞ്ഞ 2 വർഷവും ഉണ്ടായിരുന്ന വ്യാപാര വിപണനമേള ഇക്കുറിയും തുടരും. മരണക്കിണറും അമ്യൂസ്മെന്റ് പാർക്കും തയ്യാറായി കഴിഞ്ഞു. വ്യത്യസ്തതയുള്ള കലാസാംസ്കാരിക പരിപാടികളാണ് ഇത്തവണത്തെ പ്രധാന മുതൽക്കൂട്ട്. ഐസ് ആൻഡ് സ്നോ വേൾഡ് കിഴക്കൻ മേഖലയ്ക്ക് പുതിയ അനുഭവമാകും. ഔപചാരികമായ ഉദ്ഘാടനം 4-നാണ്. മന്ത്രി കെ എം മാണി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. 4-ന് വൈകിട്ട് 6-ന് റിമി ടോമി നയിക്കുന്ന ഗാനമേളയും ഉണ്ടാകും. 3-ന് രാവിലെ 9 മണിക്ക് ബഹുമാനായ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ എസ് ജെ മോഹൻ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. 11 മണിക്ക് ആരാധനായ KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ഭാരതീപുരം ശശി വ്യാപാര വിപണന മേള ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:30 മണിക്ക് ബഹുമാനായ MLA അഡ്വക്കേറ്റ് കെ രാജു സ്നോ വേൾഡ് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം സെപ്റ്റംബർ മാസം 4-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ടാണ് കുടുംബശ്രീ വാർഷികവും അതിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയും. കൃത്യം 4 മണിക്ക് TB ജംഗ്ഷനിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുക. ഘോഷയാത്രയിൽ കുടുംബശ്രീ പ്രവർത്തകർ കൂടാതെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും എല്ലാം പങ്കെടുക്കും. ആ ഘോഷയാത്ര സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമ്പോൾ 101 വിദ്യാർത്ഥിനികൾ അണിനിരക്കുന്ന തിരുവാതിര കളിയോടുകൂടി ഓണം ഫെസ്റ്റിവലിന്റെ കലാപരിപാടികൾ ആരംഭിക്കും. ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എം മാണിയാണ്. ആ യോഗത്തിൽ അഡ്വക്കേറ്റ് NK പ്രേമചന്ദ്രൻ MP അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. സിവിൽ സർവീസ് പരീക്ഷയിൽ IAS ലഭിച്ച ശ്രീ PK കൃഷ്ണപ്രസാദ്, അതുപോലെ രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ച G മധുസൂദനൻ നായർ ഫയർഫോഴ്സിലെ ഫയർമാനാണ്. എക്സൈസ് CI താജുദ്ദീൻ കുട്ടി സാറ് തുടങ്ങിയിട്ടുള്ളവർക്ക് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭ്യമായി 3 പേർക്കും ഈ യോഗത്തിൽ സ്വീകരണം നൽകും. ആ യോഗത്തിന് ശേഷം പ്രമുഖ ചലച്ചിത്ര പിന്നണി ഗായിക റിമി ടോമിയുടെ മെഗാ ഷോയും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. നഗരസഭ പുനലൂരിൽ സംഘടിപ്പിക്കുന്ന ഓണം ഫെസ്റ്റിന്റെ ഭാഗമായ ഐസ് ആൻഡ് സ്നോ വേൾഡ് കിഴക്കൻ മേഖലയ്ക്ക് പുതിയ അനുഭവമാകും. മഞ്ഞുമലകളും മഞ്ഞു തടാകവുമൊക്കെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. ലോക നിലവാരത്തിലാണ് ഐസ് ആൻഡ് സ്നോ വേൾഡ് അണിയിച്ചൊരുക്കുന്നതെന്ന് ഫെസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. മഞ്ഞുമലകൾക്കിടയിലൂടെ ഐസ് പ്രതലത്തിൽ യാത്ര ചെയ്യാനും മഞ്ഞുവീഴ്ച നേരിട്ടറിയാനും ഇവിടെ സന്ദർശകർക്ക് സാധിക്കും. അതിശൈത്യ മേഖലകളെ അനുസ്മരിപ്പിക്കും വിധം മഞ്ഞുമൂടിയ താഴ്വരയിൽ എത്തിയ പ്രതീതിയായിരിക്കും ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുക. കൊല്ലം ജില്ലയിൽ കുന്നൂരിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 40x80 ഇതിൻ്റെ വലിയൊരു ഷെഡ് അടിച്ചിട്ട് അതിനകത്ത് കയറിയാൽ നമ്മൾ മഞ്ഞ് പ്രതലത്തിലൂടെ സഞ്ചരിക്കുന്നതിനും അതുപോലെ മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലങ്ങളിൽ അഥവാ കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന് പ്രതീതി ഉളവാക്കത്തക്ക രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം പ്രത്യേകമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൗണ്ടനുണ്ട്. പലവിധമായ കളം ലൈറ്റുകളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു പുത്തൻ അനുഭവമായിരിക്കും അതിനകത്തുണ്ടാകുന്നത്. പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഫോട്ടോഗ്രഫി കോർണർ ഒരു ധ്രുവപ്രദേശത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന അനുഭവം നൽകും. കുട്ടികൾക്കായി പ്രത്യേക പ്ലേ സോൺ തന്നെ ഇവിടെയുണ്ട്. മഞ്ഞുവീഴ്ച നേരിട്ട് അനുഭവിക്കാനും ഐസ് പാളികളിൽ കളിക്കാനും കുട്ടികൾക്ക് അവസരമുണ്ടാകും. മഞ്ഞുവീഴ്ചയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അന്തരീക്ഷ വ്യതിയാനങ്ങളെ മികച്ച ലൈറ്റിംഗ് വിന്യാസങ്ങളിലൂടെ ഇവിടെ പുനഃസൃഷ്ടിക്കുകയാണ്. ഐസ് പ്രതലം സൃഷ്ടിക്കുന്നതിന് 30 ടൺ ഐസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിദേശ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഈ ഐസ് ബെഡിൽ എല്ലാ ദിവസവും കൃത്യമായി ഐസ് പുനഃക്രമീകരിക്കുകയും ഐസ് ബെഡ് സെറ്റ് ചെയ്യുകയും വേണം. വിദേശ നിർമ്മിതമായ സ്നോ മെഷീനുകൾ ഉപയോഗിച്ചാണ് മഞ്ഞുവീഴ്ച സൃഷ്ടിക്കുന്നത്. ഇതിനായി ഇറക്കുമതി ചെയ്ത സ്നോ ലിക്വിഡ് ഉപയോഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രദർശനം. 50 രൂപയാണ് പ്രവേശന ഫീസ്. കേരളത്തിന് പുറത്ത് സ്ഥിരം വേദികളിൽ പ്രവർത്തിക്കുന്ന ഇതേ മാതൃകകളിലുള്ള സ്നോ വേൾഡുകളിൽ 400 രൂപ മുതൽ 500 രൂപ വരെ ഈടാക്കുമ്പോൾ 50 രൂപയ്ക്ക് ഐസ് ആൻഡ് സ്നോ വേൾഡ് കാണാനുള്ള അവസരമാണ് ഇവിടെ ലഭിക്കുന്നത്. 365 എന്റർടൈനേഴ്സ് ആണ് ഈ ഷോ അണിയിച്ചൊരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടയ്ക്കലിൽ തിങ്കളാഴ്ച സ്വകാര്യ ബസ്സുകൾ മുന്നറിയിപ്പില്ലാതെ സർവീസ് നിർത്തിയത് യാത്രക്കാരെ വലച്ചു. ബസ് തൊഴിലാളികൾ CITU സംഘടനാ സമ്മേളനത്തിന് പോയതോടെയാണ് ബസ്സുകൾ ഉച്ചവരെ സർവീസ് നിർത്തിയത്. തിങ്കളാഴ്ച രാവിലെയാണ് സ്വകാര്യ ബസ് തൊഴിലാളി യൂണിയൻ CITUവിന്റെ സമ്മേളനത്തിന് പങ്കെടുക്കാൻ ജീവനക്കാർ പോയതോടെ കടക്കൽ മേഖലയിൽ സ്വകാര്യ ബസ് സർവീസുകൾ നിലച്ചത്. എന്നാൽ മറ്റു ചില യൂണിയനുകളിൽപ്പെട്ട തൊഴിലാളികൾ സർവീസ് നടത്താൻ തയ്യാറായെങ്കിലും ഇവരെ നിർബന്ധിച്ച് തടഞ്ഞതായി പരാതിയുണ്ട്.
തുടർന്ന് പോലീസുമായി നടന്ന ചർച്ചയിൽ സർവീസുകൾ ഭാഗികമായി ആരംഭിച്ചു. മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ നിർത്തിയതിനാൽ പെട്ടെന്ന് KSRTCക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനുമായില്ല. ഇത് യാത്രക്കാരെ വലച്ചു. ഓണം പ്രമാണിച്ച് കടക്കലിൽ എത്തിയവരും കടക്കൽ ചന്ത ദിവസമായിരുന്നതിനാലും നിരവധി പേർ പെരുവഴിയിലായി. സമ്മേളനത്തിന് ശേഷം 12:30 തൊഴിലാളികൾ തിരിച്ചെത്തിയതിനു ശേഷമാണ് സർവീസുകൾ പുനരാരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിന്റെയും വനിതാ വിപണന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം രാജ്യസഭാംഗം KN ബാലഗോപാൽ നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ കൃഷി ലാഭകരമായ കൃഷി നടത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കൃഷി ചെയ്യുന്ന ലാഭകരമായ ഒരു കൃഷിയല്ല, പലരും കൃഷി അങ്ങനെയല്ല. പക്ഷെ ഗവൺമെന്റ് ധാരാളം പദ്ധതികളുണ്ട്. കൃഷിക്ക് ഇപ്പോൾ വലിയൊരു പ്രാധാന്യം കേരളത്തിലുണ്ട്. ആ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ടെക്നോ പാർക്ക് നിങ്ങൾക്കറിയാം. ഈ IT മേഖലയിലെ വലിയ വ്യവസായമായി കമ്പ്യൂട്ടർ വ്യവസായമൊക്കെ ടെക്നോ പാർക്ക് 40,000 പേര് ജോലി എടുക്കുന്ന അവിടുത്തെ IT എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ ഇപ്പോൾ കൃഷിയിലേക്ക് വന്നു നോക്കിയെടുത്തത് വളർത്തുന്നു. അവിടെ എന്റെ സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളൊക്കെ കൂടെ പഠിച്ചവരും ഞങ്ങൾ ഇതുവരെ പഠിച്ചവരൊക്കെ. അപ്പൊ അവിടെ അവരുടെ വീടുകളിൽ പോലും ഇപ്പൊ 2 സെന്റ് 1 സെന്റ് ഒക്കെ പച്ചക്കറി കൃഷി ചെയ്യാം. പച്ചക്കറി കൃഷി ചെയ്ത് ആ കൃഷിയിൽ നിന്ന് അവിടെ തന്നെ കൊണ്ടുവന്ന് ഈ ടെക്നോ പാർക്കിന്റെ അതിലെ പോയിട്ടൊക്കെ വലിയൊരു വിദേശ രാജ്യത്ത് പോകുന്നതിലുള്ള വലിയ കെട്ടിടങ്ങളൊക്കെയാണ്. അവിടെ തന്നെ ഇവർ കൊണ്ടുവന്ന് ജോലി ചെയ്യുന്ന 10,000 പേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ പച്ചക്കറി ജൈവ പച്ചക്കറി. ശാസ്ത്രീയ കൃഷിരീതിയുടെ അനന്ത സാധ്യതകൾ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് KN ബാലഗോപാൽ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. മാറുന്ന ലോക സാഹചര്യത്തിൽ കാർഷിക മേഖല കൂടുതൽ ശാസ്ത്രീയവും ആധുനികവുമാകേണ്ടത് ആവശ്യമാണെന്നും കൃഷിയെ ലാഭകരമാക്കുന്നതിന് പരമ്പരാഗത രീതിയിൽ നിന്ന് കർഷകർ മാറി ചിന്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വളം അല്ലാതിട്ട, പ്രത്യേകിച്ച് ഈ രാസവളങ്ങളിട്ട പച്ചക്കറി വഴി ധാരാളം രോഗങ്ങൾ വരുന്നത് ഇപ്പോൾ ആൾക്കറിയാം. അതുകൊണ്ട് കൃഷി എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. കൃഷി വിഷമില്ലാത്ത കൃഷി ചെയ്യുക എന്നുള്ളത് വലിയ മാർക്കറ്റ് ലോകത്താകുന്നു, കേരളത്തിലുണ്ട്. കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ശ്രീധരൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം S രഘു സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ ശ്രീകുമാർ, ഓമനയമ്മ ശാന്തപ്പൻ നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി മോഹൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ KP വിശ്വനാഥൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല കുമാരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P സുധ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹാഷിം എന്നിവർ സംസാരിച്ചു. KN ബാലഗോപാൽ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് പുതിയ മിനി കോൺഫറൻസ് ഹാൾ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിവാദങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും അവധി വെച്ച് ഹർത്താൽ ദിനത്തിൽ പുനലൂർ പോലീസിന്റെ ഓണാഘോഷം. സ്റ്റേഷന്റെ മുറ്റത്ത് പൂക്കളമൊരുക്കിയ പോലീസ് ഓണസദ്യയും തയ്യാറാക്കി. പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തു തീർത്ത മനോഹരമായ പൂക്കളത്തിനരികെ നിലവിളക്ക് കൊളുത്തി പുനലൂർ ഡിവൈഎസ്പി NA ബൈജു ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. നല്ല നല്ല ഓർമ്മകളും പേരി ഇതുകൊണ്ടൊരു ഓണം കൂടി വരികയാണ്. നമ്മുടെ പുനലൂർ പോലീസിന്റെ ഓണാഘോഷ ചടങ്ങുകൾ നടക്കുകയാണ്. എല്ലാ ജനങ്ങൾക്കും, ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കും ഓണം ആശംസിക്കുകയാണ്. നമുക്ക് ഓണം ആഘോഷം ഉടൻ തുടങ്ങാം. തുടർന്ന് ഓണസദ്യ. വലിപ്പച്ചെറുപ്പമില്ലാതെ ഡിവൈഎസ്പി മുതൽ സിവിൽ പോലീസ് ഓഫീസർമാർ വരെ ഒന്നിച്ചിരുന്ന ഓണമുണ്ടു. ഭക്ഷണം തയ്യാറാക്കിയത് പ്രൊഫഷണൽ സംഘമെങ്കിലും വിളമ്പിയത് പോലീസുകാർ തന്നെ. ലാത്തി പിടിക്കുന്ന കൈകൾക്ക് വേണ്ടിവന്നാൽ പപ്പടവും പരിപ്പും പായസവും വിളമ്പാൻ അറിയാമെന്ന് കൂട്ടത്തിൽ നിന്ന് കമന്റ്. മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും പോലീസിന്റെ ക്ഷണം സ്വീകരിച്ച് സദ്യ ഉണ്ണാനെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിച്ച് നാടിന്റെ വികസനം ത്വരിതപ്പെടുത്തുന്നതിൽ പത്രങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു കൊല്ലം വാർത്ത എന്ന ആഴ്ചപത്രം പുനലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലം വാർത്ത നാടിന്റെ ഹൃദയത്തുടിപ്പായി മാറണമെന്നും പ്രാദേശിക പ്രശ്നങ്ങളെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും MLA അഭിപ്രായപ്പെട്ടു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ആദ്യ പ്രതി സ്വീകരിച്ചു. മാനേജിംഗ് എഡിറ്റർ പുനലൂർ രാജൻ അധ്യക്ഷനായി. അസോസിയേറ്റ് എഡിറ്റർ ആയൂർ ശിവദാസ് സ്വാഗതം പറഞ്ഞു. MA രാജഗോപാൽ, കരിക്കത്തിൽ പ്രസേനൻ, ഷാജി പാലത്ര, ഏരൂർ സുനിൽ, MM ജലീൽ, P ഹരികുമാർ എന്നിവർ സംസാരിച്ചു. PV അംബികാദേവിയാണ് പബ്ലിഷർ. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിൽ RSS പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചതിൽ പ്രതിഷേധിച്ച് BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ കിഴക്കൻ മേഖലയിൽ പൂർണ്ണം. പുനലൂരിലും കടക്കലിലും പ്രവർത്തകർ ആക്രമം നടത്തി. ഹർത്താൽ ദിനത്തിൽ പുനലൂരിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ യുവമോർച്ച പ്രവർത്തകർ അടിച്ചു തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. ഓണം ഫെസ്റ്റ് 2014 പുനലൂർ ചെമ്മന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ ബുധനാഴ്ച തുടങ്ങുന്നു. ഔപചാരിക ഉദ്ഘാടനം 4-ന്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewarta.com സന്ദർശിക്കുക. നമസ്കാരം.